ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഓണം മേക്കപ്പ് ലുക്കാണ്. ഇപ്പോൾ നമ്മൾ എല്ലാ ഓണത്തിനും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഓഫീസിലും കോളേജിലും ഒക്കെ ഓണം സെലിബ്രേഷന് പോകുമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പും അതുപോലെ തന്നെ ഒരു ഫുൾ സാരി ഡ്രേപ്പിംഗ് വീഡിയോയും നമ്മൾ ഇതിനോടൊപ്പം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സെറ്റാപ്പിളിൻ്റെ മോയ്സ്ചറൈസർ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കുറേ നേരം നമ്മുടെ സ്കിന്നിന് ഒരു ഫുൾ ഡേ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണിത്. പിന്നെ സൺസ്ക്രീൻ, ഇപ്പോൾ ഡേ ടൈമിൽ നമ്മൾ എന്തായാലും പുറത്ത് പോകണമെങ്കിൽ സൺസ്ക്രീൻ മസ്റ്റാണ്. അപ്പോൾ UV ഡോക്സിൻ്റെ സൺസ്ക്രീൻ, ഇത് നല്ലൊരു സൺസ്ക്രീനാണ്. ജെൽ ബേസ്ഡ് അല്ല, സിലിക്കോൺ ബേസ്ഡ് സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഇതൊരു സ്കിൻ കെയറിൻ്റെ ഭാഗമാണ്, ഇത് മേക്കപ്പിൻ്റെ ഭാഗമല്ല, സ്കിൻ കെയർ. അപ്പോൾ നമ്മൾ സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്റ്റാണ്. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ കൺസീലറും ഓറഞ്ച് കറക്റ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡാർക്ക് സർക്കിൾസോ ഡാർക്ക് സ്പോട്ട്സോ അതുപോലെ തന്നെ ഡിസ്കളറേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കൺസീലർ യൂസ് ചെയ്യുന്നതിന് പകരം ചെയ്യാതെ അതിന് മുന്നേറ്റൊരു ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡാർക്ക്നെസ്സിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കൺസീലർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് ഈവൻ ടോണായിട്ട് ഇരിക്കാനും, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കളറായിട്ട് എടുത്ത് കാണിക്കും. ചില ഡാർക്കായിട്ടുള്ള ഏരിയയിൽ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ആഷ് പോലെ ഇങ്ങനെ കാണാറില്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് കറക്റ്റർ ചെയ്തിട്ട് കൺസീലർ യൂസ് ചെയ്യാം. പിന്നെ ഐബ്രോസ് ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യാനുള്ള സമയമായിട്ടോ, കുറേ ഇങ്ങനെ വളർന്നിരിക്കുന്നുണ്ട് എൻ്റെ ഐബ്രോസ്. എനിക്ക് തോന്നുന്നു ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്, കുറേ കൂടെ ഡാർക്കായി, ഇത്ര ആക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൺസീലറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ താഴെയും നോസിലും മൗത്തിനും ചുറ്റുമൊക്കെ ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് അവിടത്തേക്ക് ഒരു ഡാർക്ക്നെസ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും, ഒന്ന് ഹൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ ചെറിയ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഞാനിവിടെ ഫൗണ്ടേഷൻ ഒന്നുമില്ല, ഈ കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡിസ്കളറേഷനോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇത് എല്ലാവരും ഒന്നും ചെയ്യേണ്ട, ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഡയറക്റ്റ് ഒരു സെറ്റിംഗ് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് നിർത്താം. ഓക്കെ, അപ്പോൾ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. താഴേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് കുറേ അത് വലിച്ചെടുക്കും. അപ്പോൾ നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ഒരു കവറേജ് കിട്ടത്തില്ല. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കൈവിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടോ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു കവറേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ LA ഗേളിൻ്റെ ഓറഞ്ച് കറക്റ്ററും കൺസീലറുമാണ് യൂസ് ചെയ്ത കൺസീലർ എന്ന് പറയുന്ന LA ഗേളിൻ്റെ ഫോൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് ഫോൺ കറക്റ്റ് ഷെയ്ഡായിരിക്കും. നെക്സ്റ്റ് ഞാൻ ഷുഗറിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു സ്പോഞ്ച് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു കൺസീലറൊക്കെ സെറ്റ് ആകാനും എന്താ പറയുക, അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഓയിലി ആവാതിരിക്കാനും മേക്കപ്പ് കുറേ നേരം ഒക്കെ ലാസ്റ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാനിവിടെ മാഴ്സിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഫസ്റ്റ് കണ്ട ഒരു ബ്രിക്ക് ഷെയ്ഡ്, അത് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മീതെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അധികം എന്താ പറയുക, അധികം എടുത്തറിയാത്ത രീതിയിൽ കുറച്ച് ലൈറ്റായിട്ടേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. എനിക്ക് ഐ ഷാഡോ ഒന്നും ഒരുപാട് എടുത്തറിയുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ വളരെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ മീതെ. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയായിട്ടും സെയിം ഷെയ്ഡ് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഭയങ്കര നാച്ചുറലായിട്ടുള്ള ഒരു ഫിനിഷ് നമുക്ക് തരും. പിന്നെ ഞാനിവിടെ ഒരു ബ്ലഷ് എടുത്തിട്ടുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ക്രീം ബേസ്ഡ് ബ്ലഷാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് കയ്യിലൊന്നും ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പേടിച്ചാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് അധികം ബ്ലഷിൻ്റെ കളർ എടുത്ത് നിൽക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പേരിന് വേണ്ടി ഇടുന്നതേ ഉള്ളൂ, അധികം എടുത്ത് അറിയാനൊന്നും ഇല്ല. എന്നാലും ഇടാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ഷുഗറിൻ്റെ ഒരു കാജൽ എടുത്തിട്ടുണ്ട്. കാജൽ കണ്ണിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തുമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു കാജലാണ് കേട്ടോ, നല്ല ഡീപ്പ് ബ്ലാക്കാണ്, കുറേ നേരം ലാസ്റ്റ് ചെയ്യും, ഇതിങ്ങനെ സ്മജ് ആവത്തൊന്നുമില്ല, നല്ലൊരു കാജലാണ്. നെക്സ്റ്റ് ഞാൻ ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ലൈനർ ബർഗണ്ടി 09 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ലിപ്സ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു
ഒരു ഫിനിഷ് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുറന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ആണ് ഇവിടെ നെക്സ്റ്റ് ഇവിടെ ലാക്മേയുടെ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ് കളർ ഷെയ്ഡ് റെഡ് വൈൻ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോണിന് നന്നായിട്ട് ചേരുന്നൊരു സൂപ്പർ ഷെയ്ഡാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഒരു മെയ്ബിലിൻ്റെ ലൂസ് പൗഡർ എടുത്തിട്ട് ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ സെയിം പൗഡർ തന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ നെക്കിലൂടെ ബ്രഷ് വെച്ചിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം നെക്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരു കളർ ഡിഫറൻസ് വേണ്ടാന്ന് കരുതിയിട്ട് നെക്കിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു പൊട്ട് കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആക്സസറീസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം കമ്മലിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ജിമുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ വള. എൻ്റെ ഒരു സാരിയുടെ മാച്ചാവുന്ന ഒരു വള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വള, പ്ലാസ്റ്റിക്കിൻ്റെ വളകളാണ് കേട്ടോ. പിന്നെ വാച്ച്, ഇത് ഫോസിലിൻ്റെ ഒരു വാച്ച്, എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വാച്ചാണ്. എനിക്കിതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ മാലയായിട്ട് ഞാനൊരു ചെറിയൊരു ചെയിനാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിപ്പോൾ ഇട്ടിട്ടില്ല, ഞാൻ പിന്നീട് ഇട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ അതിനുള്ള ഇനി നമുക്ക് സാരി ഉടുക്കണ്ടേ. അപ്പം ഞാനിവിടെ ഒരു മെറൂൺ കളർ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് സാരിയാണ്. സാധാരണ നമ്മൾ സെറ്റ് സാരിയൊക്കെ അല്ലേ ഉടുക്കുന്നത് എല്ലാ പ്രാവശ്യം. കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സാരി. അപ്പോൾ സാരി എങ്ങനെയാണ് നമുക്ക് ഉടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഹൈറ്റ് അനുസരിച്ച് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്കേർട്ടിനുള്ളിലേക്ക് ടക്കിങ് ചെയ്ത് കൊടുക്കണം. അണ്ടർ സ്കേർട്ട് ഞാൻ നോർമലായിട്ടുള്ള ഒരു അണ്ടർ സ്കേർട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ മറ്റേ ഷേപ്പ് തോന്നിക്കുന്ന ടൈപ്പ് അണ്ടർ സ്കേർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അത് തീരെ നമുക്ക് ഒട്ടും തന്നെ കംഫർട്ടല്ല. നമ്മളത് സാരി കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മേലോട്ട് കയറിയൊക്കെ പോകും. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അതുകൊണ്ട് നോർമൽ സാധാരണ അണ്ടർ സ്കേർട്ട്. ഇതാകുമ്പോൾ ഭയങ്കര സുഖമാണ് കേട്ടോ. നമുക്ക് സാരി ഉടുത്താലും നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇനി നമുക്ക് ആ സാരിയുടെ തുമ്പ് എത്ര ഇറക്കം വേണമെന്നനുസരിച്ച് നോക്കാം. ഞാനിതിപ്പോൾ ഒറ്റ ലെയറാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒരുപാട് ഇറക്കം ഞാൻ താഴേക്ക് ഇറക്കുന്നില്ല. അല്ലെ ഇനി താഴോട്ട് ഇറക്കുവാണെങ്കിൽ സാരി ഇങ്ങനെ നമ്മൾ വിരിച്ചിടുമ്പോഴത്തേക്കും തറയിൽ കിടന്ന് എഴയത് കാരണം കുറച്ച് കയറ്റിയിട്ട് ഇട്ടു. പിന്നെ ഈ ഒരു സൈഡ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒതുക്കി അവിടെ ഒരു പിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈഡ് നല്ല ഒതുങ്ങി നല്ല ഷേപ്പിലിരിക്കും. പിന്നെ താഴേക്ക് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് എടുത്ത് നല്ല ആ ഒരു ഷേപ്പിന് നല്ല ഒതുങ്ങി, ആ ഒരു സൈഡ് നല്ല ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തിട്ട് 3-4 പ്ലീറ്റ്സ് നമുക്ക് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ട് അവിടേക്ക് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വലിച്ചിട്ട്. അപ്പോൾ ആ ഒരു സൈഡ് നല്ല ഒതുങ്ങിയിരിക്കും. നമുക്കൊരു നല്ലൊരു ഷേപ്പ് തോന്നിക്കും. കണ്ടില്ലേ? ഇവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഒന്ന് ഒതുക്കി ഇനി ബാക്കി നമ്മൾ ഫ്രണ്ടിലിടുന്ന ഒരു പ്ലീറ്റ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പ്ലീറ്റ്സായിട്ട് ഞാനിങ്ങനെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ തുടക്കത്തിൽ ഞാനിവിടെ ചെറിയ പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. ലാസ്റ്റ് ഈ ഒരു സൈഡിൽ വരുമ്പോൾ കുറച്ച് വലിയ പ്ലീറ്റ് എടുക്കുക. കാരണം ഈ ഒരു സൈഡ് കണ്ടോ, ഇപ്പോൾ എടുത്ത ആ ഒരു സൈഡിൽ മിക്കവാറും സാരി ഉടുത്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് പോർഷൻ എക്സ്ട്രാ വരും. അത് നമ്മളവിടെ ടക്കിങ് ചെയ്യുമ്പോൾ അത് ഒരുമാതിരി ഇങ്ങനെ അത്രയൊരു ഒരു പെർഫെക്ഷൻ അല്ലാതെ കിടക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് ലാസ്റ്റ് ഒരു വലിയ പ്ലീറ്റായിട്ട് എടുത്തിട്ട് കുത്തുകയാണെങ്കിൽ ആ ഒരു സൈഡ് നല്ല ഒതുങ്ങി നല്ല നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുടയുമ്പം എല്ലാം താഴേക്ക് അങ്ങോട്ട് നല്ല പ്ലീറ്റായിട്ട് കിട്ടും, നല്ല പ്ലീറ്റ്സ് ആയിട്ട് കിട്ടും. ഒതുക്കി നല്ലപോലെ എടുക്കുക. എന്നിട്ട് നമ്മുടെ നടുവിലായിട്ട് നമ്മുടെ ഒരു വയറിൻ്റെ നടുക്ക് ഭാഗമായിട്ട് നോക്കിയിട്ട് കുത്തി വയ്ക്കുക. കണ്ടോ, ആ ഒരു സൈഡ് നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അവിടെ വേറെ എക്സ്ട്രാ പീസ് ഒന്നും വന്നിട്ടില്ല. കണ്ടില്ലേ? ഇനി സാരി ഞാനിവിടെ വിരിച്ചാണ് ഇടുന്നത്. അപ്പോൾ നല്ല ഒതുക്കി ഇതുപോലെ എടുക്കുന്നുണ്ട്. ഇനി ബ്ലൗസ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് സാരി ഉടുക്കാം ഇതുപോലെ. അപ്പോൾ സെറ്റ് സാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉടുക്കാം. അപ്പോൾ അതേ ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ബ്ലൗസ് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾ ട്രിവാൻഡ്രത്തുള്ള ആരെങ്കിലും നല്ല ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ഏതെങ്കിലും നല്ല സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പം ഞാനിവിടെ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സെക്ഷൻ ഹെയറിനെ 2 സെക്ഷൻ ആക്കിയിട്ട് ഇതുപോലെ പിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ്.
സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറേ അടിപൊളി ഹെയർ സ്റ്റൈൽസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ ഹെയർ സ്റ്റൈൽസ് ചെയ്തിട്ടുണ്ട് ഓണത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റാ പേജ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോട്ടോ. ദിശ ടിപ്സ് ആൻഡ് സ്റ്റൈൽസ് എന്നാണ് പേര്. അപ്പോൾ നോക്കിക്കോ. എന്നിട്ട് പിരിച്ചു വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുല്ലപ്പൂ വയ്ക്കാം. ഇത് പ്ലാസ്റ്റിക് അല്ല, ഇതൊരു മറ്റേ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയൊരു മുല്ലപ്പൂവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം മുല്ലപ്പൂ ഒന്നും വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചതാണ്. നിങ്ങൾ ഒറിജിനൽ മുല്ലപ്പൂ വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. സിമ്പിൾ യൂപിൻസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ള ആ മുല്ലപ്പൂ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. ഇപ്പം ഇത്രയാണ് ലുക്ക്. മേക്കപ്പ് പിന്നെ സാരി ഉടുത്തതും ഹെയർ സ്റ്റൈലും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ചെയിൻ ഇതാട്ടോ, സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ്, നെക്ക് ചെയിനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ അടുക്കാറായി കാണും എല്ലാവർക്കും. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് പോയിട്ട് വരും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് ഓണം സെലിബ്രേഷനൊക്കെ പോകാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു മേക്കപ്പും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലും, പിന്നെ സാധാരണ നമ്മളിപ്പോൾ സെറ്റ് സാരി സെറ്റും ഉണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു സാരിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു ഫുൾ സാരി നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഉടുക്കാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.